തുടരും എന്നുള്ള സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും മോഹൻലാലിന്റെ വേദന പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവാം. ആ ജോർജ് സാറിനിട്ട് രണ്ടെണ്ണം കൊടുക്കണം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. ഞാൻ കേട്ടതാണ് തിയേറ്ററിൽ ഒരാൾ എണീറ്റ് എന്ന് പറയുന്നത് കേട്ടോ, അടിയട അവനെന്ന് പറയുന്നത് കേട്ടോ. ഈ കുറച്ചു നേരത്തേക്ക് നമ്മളെങ്ങനെ ഹീറോ ആയത്? കുറച്ചു നേരത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആ ഹീറോയുടെ ആത്മാവ് പ്രവേശിച്ചാണ്. പണ്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ആകാശദൂതം എന്ന് പറഞ്ഞിട്ട് കരച്ചിൽ സിനിമ ഉണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു. പക്ഷെ അത് എല്ലാ ആൾക്കാരും ഇരുന്ന് കരയുകയാണ്. പക്ഷേ അവിടെ ഒരു ഹീറോയിൻ, അതും സ്ക്രീനിൽ അവരനുഭവിക്കുന്ന ദുരന്തം നമ്മളുടെ ഉള്ളിലേക്ക് അറിയാതെ വന്ന് കയറുകയാണ്. ഹീറോയ്ക്ക് ഇതുപോലെ തന്നെ നമ്മളെ കുറച്ചു നേരത്തേക്ക് ഹീറോ ആയിട്ട് മാറുന്നു. തിയേറ്ററിന് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചു നേരത്തേക്ക് നമ്മൾ ആ നെഞ്ചൊക്കെ വിരിച്ചൊരു നടപ്പുണ്ടാവും. അടുത്തിടയ്ക്ക് നമ്മുടെ പ്രശസ്തനായ സംവിധായകൻ രഞ്ജിത്ത് ഒരു ഇന്റർവ്യൂ പറയുകയുണ്ടായി, നരസിംഹ സിനിമ കഴിഞ്ഞ് ഇറങ്ങി പുറത്തു വരുന്ന ആൾക്കാർ അതിനകത്തെ ഹീറോയെ പോലെ അടിച്ചു പൊളിക്കാനുള്ള ഒരു ആവേശത്തോടെ ഇറങ്ങി വരും. ഇത് എന്തുകൊണ്ടുണ്ടാവുന്നതാണെന്ന് അറിയാമോ? ഇത് ആക്ച്വലി ഇതൊരു അബ്നോർമാലിറ്റി ഒന്നുമല്ല. നമ്മുടെ ബ്രെയിനിലുള്ള മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു ബഞ്ച് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. അതായത് നമ്മുടെ പ്രീ ഫ്രണ്ടൽ ലോബിൽ ഉള്ള ഒരു ബഞ്ച് ഓഫ് ന്യൂറോൺസ് ആണ്. ഇത് എന്തൊന്നിലേക്കാണോ കുറെ നേരത്തേക്ക് എക്സ്പോസ് ചെയ്യുന്നത് അതിലേക്ക് ആ ബ്രെയിൻ സിങ്ക് ആവും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ വലിയ ലോയൽറ്റി ഒന്നും ഇല്ല. കുറച്ചു നേരത്തേക്ക് അത് മോഹൻലാലിന്റെ ബ്രെയിനായിട്ട് മാറുന്നുണ്ടെന്നുള്ള ഓർത്തുകൊള്ളുക. ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഈ മിറർ ന്യൂറോൺ സിനിമയിൽ മാത്രമല്ല പ്രാവർത്തികമാകുന്നത്, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. കാരണം നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരാളുമായിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് അസോസിയേറ്റഡ് ആവുന്നത്, തീർച്ചയായിട്ടും അയാളുടെ ബിഹേവിയറും അയാളുടെ സംസാര രീതിയും അയാളുടെ പെരുമാറ്റവും ഒക്കെ നിങ്ങൾ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. കേട്ടിട്ടില്ലേ, നിങ്ങളുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള 10 ആൾക്കാരെ പോലെ തന്നെ ഇരിക്കും നിങ്ങളെന്ന് പറയാനുള്ള കാര്യം അതാണ്. അതുകൊണ്ട് ഈ അസോസിയേഷൻ വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു കാര്യമാണ്. ഈ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു സയൻസ് മാത്രം ഉപയോഗിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ പോയിന്റ് നല്ല പറയുന്നത്, നമ്മൾ ഏത് തരത്തിലുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നോ അങ്ങനെ നമ്മളുമായി മാറും. അത് നമ്മളുടെ ഒരു ബ്രെയിനിന്റെ ഫിനോമിനനാണ്, ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, ആരാണ് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളതെന്നുള്ളത് വളരെ കെയർഫുൾ ആയിരിക്കുക.